തീർച്ചയായിട്ടും ആ ഒരു പടം നിർമ്മിക്കുന്ന നിർമ്മാതാവിന് അവരുടേതായ ടെൻഷൻസ് ഉണ്ട്. അത് ബിസിനസ് ചെയ്ത് തീർക്കുന്നവരെ. കാരണം ഇപ്പം ഞാനാണെങ്കിൽ പോലും ഇപ്പോൾ 2-3 പടങ്ങൾ നിർമ്മിച്ചുകൊണ്ടിട്ടിരിപ്പുണ്ട്. അപ്പം നമ്മൾ തിയേറ്ററുകാരുടെ മുന്നിൽ ഈ സിനിമ എത്തുന്നതിന് മുമ്പ് ഇതൊക്കെ ബിസിനസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബിസിനസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും റിവീൽ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് രേഖപ്പെടുത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പിന്നെ അൺവാണ്ടഡ് നിങ്ങൾക്കറിയാം, ഒരു ഇൻകം ടാക്സ് ഇപ്പോൾ റെയ്ഡ് വന്നു കഴിഞ്ഞാൽ പോലും പല സ്ഥലത്ത് റെയ്ഡ് പോകുന്നുണ്ടെങ്കിൽ സിനിമയ്ക്ക് ഒരു പ്രത്യേകത കൊടുത്തിട്ട് സിനിമാ ന്യൂസുകൾ എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്, അല്ല വാർത്തകൾ കൂടുതൽ വരാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ സിനിമയുടെ കാര്യം ആയതുകൊണ്ടിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം ഞങ്ങളുടെ സംഘടനകളിലും അത് പലതരം ടോക്കുകൾക്ക് വഴി തെളിച്ചു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ മീറ്റിംഗ് ഒരിക്കൽ കൂടി പറയുന്നത്, ഞാൻ ഈ മീറ്റിംഗ് വിളിച്ചത് അതുകൊണ്ടിട്ടാണ്. ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് സത്യസന്ധമായ ഒരു കാര്യം. ഞാൻ ഇപ്പോഴും ആന്റണി ചേട്ടനോട് സംസാരിച്ചതാണ്. ഈ നാളെ ഒരു സിനിമ സമരം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അസോസിയേഷന് വേണ്ടിയിട്ടിട്ട് അതിൻ്റെ അകത്തെ ഒരു നല്ല മെമ്പർ എന്നുള്ള രീതിയിൽ ആ അസോസിയേഷൻ എടുക്കുന്ന ഏത് തീരുമാനത്തിനൊപ്പം നിൽക്കുന്ന ഒരു മെമ്പറാണ് ആന്റണി പെരുമ്പാവൂർ എന്നുള്ളൊരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. സുരേഷ് ഏട്ടനും ഒരു പർപ്പസ്ഫുള്ളി ഒരു പറഞ്ഞ ഒരാളെ ഒരു ഇന്നൊരു ആർട്ടിസ്റ്റിനെ നോവിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇന്നൊരു ആർട്ടിസ്റ്റിനെ ബേസ് ചെയ്തോ ഒന്നും പറഞ്ഞതല്ല. നിങ്ങൾക്കറിയാം, ഒരു അസോസിയേഷനെ സംബന്ധിച്ച് ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, സീനിയർ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് ഓഫ് ആൾക്കാരും നമുക്ക് ആവശ്യമാണ്. സീനിയർ ആയിട്ടുള്ള ആൾക്കാർ പറയുമ്പോഴാണ് കുറച്ചുകൂടെ ആധികാരികമായിട്ട് അത് പറയാനായിട്ട് പറ്റുകയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഏട്ടൻ അത് പറഞ്ഞത് എന്നുള്ളത് മാത്രമാണ് എനിക്കത് പറയാനായിട്ടുള്ളത്. ഇന്ന് രാവിലെയും ഇന്നലെയൊക്കെ ഞാൻ സുരേഷ് ഏട്ടനായിട്ട് സംസാരിച്ചാണ്. സുരേഷ് ഏട്ടൻ ഒരു ഇൻഡസ്ട്രീനെ മോശമാക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായിട്ട് ആരെയെങ്കിലും വേദനിപ്പിക്കാനായിട്ടോ ഒന്നും പറഞ്ഞൊരു കാര്യമല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ഒരു അസോസിയേഷൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള ഒരു നിലയിൽ ഞാൻ നിങ്ങളെ അത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ള ഈവൻ കാര്യങ്ങൾ. അതിനുശേഷം അതിന് മറുപടി എന്നോണമാണ് മോഹൻലാൽ ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റ് ആദ്യം ഇട്ട പോസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ട്. ആന്റണി പെരുമ്പാവൂർ പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഇതെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, തീർച്ചയായിട്ടും ഇപ്പം ഞാനും സുരേഷ് ഏട്ടനൊപ്പം തന്നെയാണ്. ഈ സുരേഷ് ഏട്ടനൊപ്പം തന്നെ എന്ന് പറയുമ്പം ആന്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറിനൊപ്പം തന്നെയാണ്. പക്ഷേ അങ്ങ് സുരേഷ് കുമാർ ഇപ്പൊ അല്ല അല്ല അത് കറക്റ്റാണ്. അതിൻ്റെ അകത്ത് ഇപ്പം ഒരു പക്ഷേ ഞാനും അതിൻ്റെ അകത്ത് സംഘടനയിലുള്ള ഒരാളല്ലേ. അപ്പോൾ ആ സംഘടനയുടെ ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു ട്രഷറർ എന്നുള്ള രീതിയിൽ ഒരു അംഗത്തിൻ്റെ ഒരു കാര്യം ഞാൻ പോയി ഒരു പ്രസ് മീറ്റിൽ ഇവൻ പറയുമ്പോൾ ഒരു വ്യക്തിപരമായിട്ട് ഇപ്പം ഇവൻ പറയുമ്പോൾ അത് ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ ഇപ്പം ഇവന് ഇരിക്കാം. അത്ര മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. അതിൻ്റെ അകത്തൊരു അല്ല, അങ്ങനെയല്ല. ആ അംഗത്തിന് വേണ്ടിയിട്ട് ആ അംഗത്തിൻ്റെ പ്രശ്നം മാത്രം പറയുന്ന ഒരു പത്രസമ്മേളനം അല്ലായിരുന്നു അത്. ആക്ച്വലി ഒരു സംയുക്ത മീറ്റിങ്ങിൽ പങ്കെടുത്ത അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നിർദ്ദേശിച്ചത്, ചർച്ച ചെയ്യപ്പെട്ടത് എന്നുള്ള കാര്യങ്ങൾ പല കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കാഷ്വലായിട്ട് ചോദിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ചോദിച്ചൊരു ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് പുള്ളി അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വേറൊരു ഓൺലൈനിൽ കൊടുത്ത അഭിമുഖത്തിലാണ് പറഞ്ഞത്. വാർത്താ സമ്മേളനത്തിൽ സുരേഷ് കുമാർ ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല, ആന്റണി പെരുമ്പാവൂർ ബജറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആന്റണി പെരുമ്പാവൂരിന് ഈ പ്രശ്നം ഉണ്ടായപ്പോൾ ഞായറാഴ്ച എന്ന ദിവസം ലിസ്റ്റിന് ഉൾപ്പെടെ ഉള്ളവരെ വിളിച്ചു ആന്റണി പെരുമ്പാവൂർ വിളിച്ചിരുന്നു, ഇല്ലേ? അസോസിയേഷൻ ഉള്ളവരെ വിളിച്ചിരുന്നു. അന്നും ആന്റണി പെരുമ്പാവൂർ ആവശ്യപ്പെട്ടത് എന്റെ ബജറ്റിനെ കുറിച്ച് പറയാൻ ആർക്കാണ് അധികാരമുള്ളത്, അത് അസോസിയേഷൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ചോദ്യം ഉന്നയിച്ചു. അന്നും അസോസിയേഷനിലുള്ള മറുപടി ആന്റണി പെരുമ്പാവൂർ നൽകിയത് അതൊരു തിരുത്ത് നൽകാം എന്ന് ആന്റണി പെരുമ്പാവൂർ നൽകി എന്നുള്ള കാര്യത്തിൽ യാതൊരു ലിസ്റ്റിലില്ല എന്ന് എനിക്കറിയാം. പിന്നെ ഈ വാർത്താക്കുറിപ്പ് ഇറക്കുമ്പോഴും
അതുമായി ബന്ധപ്പെട്ട് ഒരു പോയിന്റ് പോലും എഴുതി ചേർക്കാതെ ഇരിക്കാനുള്ള ഒരു കാരണം എന്താണ്? ആന്റണി പെരുമ്പാവൂർ പറഞ്ഞ് അക്കമിട്ട് ചോദിച്ച ഒരു കാര്യമാണ്. എന്റെ ബജറ്റിനെ കുറിച്ച് പറയാൻ സുരേഷ് കുമാർ എന്താണ് അധികാരം? അത് സുരേഷ് കുമാറിന് അസോസിയേഷൻ ചുമതലപ്പെടുത്തിയാണോ? അത് അല്ല എന്നും അതേ എന്നും ആ വാർത്താക്കുറിപ്പിൽ ഇറക്കിയിട്ടില്ല. അതാണ് വീണ്ടും ഇന്നലെ മോഹൻലാൽ ഉൾപ്പെടെ എടുത്തത് ഷെയർ ചെയ്യാനുള്ള കാരണം ഉണ്ടായത്. വളരെ കറക്റ്റാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഒരു സിനിമയുടെ ഒരു കാര്യം ഒരു അസോസിയേഷൻ അങ്ങനെ വേണേൽ പറയേണ്ട കാര്യമായിട്ടില്ല. പക്ഷെ അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കൂടുന്ന മാസത്തിൽ കൂടുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിങ്ങളിത് അറിയണം, ഞങ്ങളുടെ പ്രശ്നങ്ങൾ അറിയണം, ആർട്ടിസ്റ്റ് ഇത്രയൊക്കെയാണ് വാങ്ങുന്നത്, ഞങ്ങൾ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇത് മറ്റുള്ളവരോട് അറിയണം. അല്ലാണ്ട് പൊതുജനം അറിഞ്ഞിട്ട് പൊതുജനം ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിലല്ല നമ്മളിത് പുറത്തേക്ക് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തല്ലോ. അപ്പം ഈ പല നിർമ്മാതാക്കളും പുതിയതായിട്ട് വരുമ്പോഴത്തേനും ഈ റെമ്യൂണറേഷൻ കൂടുതൽ കൊടുക്കുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രസൻ്റ്ലി നിർമ്മിക്കുന്ന നിർമ്മാതാക്കളും അത് അഫക്റ്റ് ആവുകയാണ്. അപ്പോൾ പല നിർമ്മാതാക്കൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഏട്ടൻ ഇത് പബ്ലിഷ് ചെയ്തത്. അല്ലാണ്ട് സുരേഷ് ഏട്ടൻ്റെ ഒരു പേഴ്സണൽ ഇൻറ്റൻഷൻ അല്ല ഓക്കെ ഇതെല്ലാം കൂടെ പബ്ലിഷ് ചെയ്തേക്കാം. ജനുവരിയിൽ ഒരു പടം അല്ലല്ലോ പബ്ലിഷ് ചെയ്തത്, ജനുവരിയിൽ റിലീസ് ചെയ്ത സിനിമകളാണ് പബ്ലിഷ് ചെയ്തത്. അതിൻ്റെ അകത്ത് ഒരു സിനിമകളും വിട്ടിട്ടില്ല. അതിൻ്റെ അകത്ത് 1 ലക്ഷം രൂപ പോലും വരാത്ത കളക്ട് ആവാത്ത സിനിമകളെല്ലാം ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് ആന്റണി പെരുമ്പാവൂരിന്റെ എമ്പുരാനുമായി ബന്ധപ്പെട്ട് 141 കോടി രൂപ മുതൽ മുടക്കുണ്ട്. അത് ആന്റണി പെരുമ്പാവൂര് സുരേഷ് കുമാറിനടുത്ത് പറഞ്ഞതാണ്. സുരേഷ് കുമാർ ഒരു ഓൺലൈനിൽ നടത്തിയ ഇന്റർവ്യൂവിൽ പറയുന്നത് അത് വലിയ ചർച്ചയായി. അത് പറഞ്ഞപ്പോൾ ആന്റണി പെരുമ്പാവൂരിന്റെ കത്തിൽ കറക്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് അതിന് ചുമതല സുരേഷ് കുമാറിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ അസോസിയേഷൻ, ഇല്ലെങ്കിൽ അതിനൊരു മറുപടി എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ആ കത്തിൽ ആ ഒരു പോയിന്റ് നിങ്ങൾ ഉൾപ്പെടുത്തായിരുന്നാണ് വീണ്ടും മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരെ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല സമ്മതിച്ചു. അത് പറഞ്ഞതിൽ അതായത് എന്താണെന്ന് വെച്ചാൽ ഒരു ബിസിനസ് നടത്തേണ്ട ഒരാൾ എന്നുള്ള രീതിയിലും സുരേഷ് കുമാർ ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിലും പുള്ളിക്ക് അതൊരു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. കാരണം അതൊരു ബിസിനസ് നടത്താത്തൊരു സിനിമയാണ്. ഞാൻ എന്തിനാണ്, കാരണം എന്താണെന്ന് വെച്ചാൽ ബിസിനസ് നടത്തിയ ഇറങ്ങിക്കഴിഞ്ഞ സിനിമകളെ പറ്റി ആയിരുന്നു പറഞ്ഞത്. ഇറങ്ങാൻ പോകുന്ന സിനിമയെ പറ്റി എന്തോ അല്ല ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണൽ ടോക്കുകൾ എല്ലാവരും ഒക്കെ ആയിട്ട് നടത്താറുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ അത് ഒരു പക്ഷേ പുള്ളിക്ക് അത് പറയേണ്ട കാര്യമില്ലായിരുന്നു ആ ഇതിൽ. കാരണം അതൊരു ഇറങ്ങാത്ത സിനിമയാണ്, ബിസിനസ് നടത്താത്തൊരു സിനിമയാണ്. പിന്നെ ഇവരെല്ലാം നല്ല ഫ്രണ്ട്സ്